മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പ് ചിലപ്പോൾ കാസർഗോഡ് ജില്ല ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിഷയം തന്നെയായിരിക്കാം അത്. കാസർഗോഡ് ജില്ലയ്ക്ക് പുറമെ കേരളവും ഉറ്റുനോക്കിയ ഒരു വിഷയം തന്നെയാണത്. ചിലപ്പോൾ ഇന്ത്യ രാജ്യം പോലും ശ്രദ്ധ കൊടുത്തിരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായിരിക്കാം മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പ്. ഇന്ത്യ രാജ്യം എന്ന് വിളിക്കുമ്പോൾ BJPയുടെ ദേശീയ നേതൃത്വം എന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട്. കാരണം BJPയുടെ ദേശീയ നേതൃത്വത്തിന് വളരെ പ്രതീക്ഷ നൽകിയ ഒരു സമയമായിരുന്നു 2014-2016 കാലഘട്ടം. അതുകൊണ്ട് തന്നെ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തിന് പുറമെ കാസർഗോഡിനെയും ദേശീയ നേതൃത്വം നോട്ടമിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശക്തനായ സ്ഥാനാർത്ഥിയെയും 2016 മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പിൽ നിർത്തുകയും ചെയ്തു. കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ശക്തനായ BJPയുടെ സ്ഥാനാർത്ഥിയെ മഞ്ചേശ്വരത്ത് നിർത്തിയപ്പോൾ എതിർപക്ഷത്തുള്ളത് അതിനേക്കാൾ വലിയ ശക്തനായിരുന്നു PB അബ്ദുറസാഖ്. ജനകീയനായ സ്ഥാനാർത്ഥിക്ക് മുന്നിൽ 89 വോട്ടുകൾക്ക് മുന്നിൽ മുട്ടുകുത്തി തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം. പക്ഷേ അവിടെ പോലും തോൽക്കാൻ കെ സുരേന്ദ്രൻ തയ്യാറായില്ല. ഹൈക്കോടതിയെ സമീപിച്ച് കള്ളവോട്ടുകളുണ്ട് എന്ന് പറഞ്ഞ് കേസിനെ നീട്ടിക്കൊണ്ടേ മുന്നോട്ട് പോയി. അവസാനം കേസ് ഒന്നുമാകില്ല എന്ന് തോന്നിയപ്പോൾ അത് പിൻവലിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രൻ ഇവിടെ മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ള ഒരു ചോദ്യം ആദ്യഘട്ടത്തിൽ മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ ആ ചോദ്യത്തിനുള്ള ഉത്തരവും കെ സുരേന്ദ്രൻ പറഞ്ഞു നോ എന്ന്. കാരണം മത്സരിക്കാൻ ഞാനില്ല. അതിന് വ്യക്തമായ കാരണമുണ്ട്. 2016 തിരഞ്ഞെടുപ്പിൽ BJP എന്തുകൊണ്ടും എല്ലാവിധത്തിലുള്ള ശ്രമങ്ങൾ അവിടെ നടത്തിയിരുന്നു. അത് BJPയുടെ അവസാനത്തെ ശ്രമമായിരുന്നു. കാരണം നേടുമെങ്കിൽ അന്ന് നേടണമായിരുന്നു. ഇനി നേടാനില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് കെ സുരേന്ദ്രന്. അതുകൊണ്ട് തന്നെയാണ് മഞ്ചേശ്വരത്ത് വീണ്ടും മത്സരിക്കാൻ താനില്ല എന്ന് വളരെ വ്യക്തതയോടുകൂടി വസ്തുതാപരമായി കെ സുരേന്ദ്രൻ ഇപ്പോൾ തുറന്നു പറഞ്ഞത്. മഞ്ചേശ്വരത്ത് കേസ് പിൻവലിച്ചതുകൊണ്ട് ശബരിമല വിഷയത്തിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസം BJPയുടെ അണിയറ നീക്കങ്ങളിലുണ്ട്. പക്ഷേ ശബരിമല വിഷയം മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമോ എന്നുള്ള ഒരു ചോദ്യചിഹ്നവും അവിടെ ഉയരുന്നുണ്ട്. കെ സുരേന്ദ്രന് പുറമെ മറ്റാര് മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയാകുമെന്നുള്ള ഒരു ചോദ്യം പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിലും കെ സുരേന്ദ്രനെ പോലെയുള്ള ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ എന്തുകൊണ്ട് BJPക്ക് അവിടെ നിയോഗിച്ചുകൂടാ എന്നതും സോഷ്യൽ മീഡിയയിൽ പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ കെ സുരേന്ദ്രന് ബോധ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇനി മഞ്ചേശ്വരത്ത് ഒന്നും നടക്കില്ല. നടക്കുമായിരുന്നുവെങ്കിൽ അത് 2016 നടന്നേനെ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.